നമസ്കാരം. +1 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എറേഴ്സ് എന്താണെന്നും അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കോമ്പിനേഷൻ, അതായത് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സം, quotient ഇങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് എറേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പ്രോബ്ലംസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. നോക്കാം നമുക്ക്. എറർ ഓഫ് എ സം ഓർ എ ഡിഫറൻസ്, അതായത് നമുക്ക് തന്നിട്ടുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി രണ്ട് ക്വാണ്ടിറ്റീസിൻ്റെ സം ആണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് ക്വാണ്ടിറ്റീസിൻ്റെ ഡിഫറൻസ് ആണെങ്കിൽ, ഓക്കെ, അങ്ങനെയുള്ള കേസിൽ എങ്ങനെയാണ് എറർ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ വെൻ ടു ക്വാണ്ടിറ്റീസ് ആർ ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ്, the absolute error in the final result is the sum of the absolute errors in the individual quantities. ഇതിങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെയാണ് എറർ കണ്ടുപിടിക്കാമെന്ന് മാത്രമേ മനസ്സിലാക്കേണ്ടുള്ളൂ. അതായത് നമുക്ക് തന്നിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി രണ്ട് ക്വാണ്ടിറ്റീസിൻ്റെ സം ആണെങ്കിലോ അല്ലെങ്കിൽ ഡിഫറൻസ് ആണെങ്കിലോ എറർ എങ്ങനെയായിരിക്കും? എറർ എപ്പോഴും സം ആയിരിക്കും. അത് മാത്രമാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, അതായത് സെഡ് എ പ്ലസ് ബി അല്ലെങ്കിൽ സെഡ് ഈക്വൽ ടു എ മൈനസ് ബി ഇങ്ങനെയുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ റിലേറ്റീവ് എറർ, സെഡിലുള്ള റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് എപ്പോഴും ഈ സം ആയിട്ടുള്ള രണ്ട് ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലോ, ഇപ്പോൾ എ ആൻഡ് ബി, അതിൻ്റെ റിലേറ്റീവ് എറേഴ്സിൻ്റെ സം ആയിരിക്കും. എറർ എപ്പോഴും ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഡെൽറ്റ സെഡ് ബൈ സെഡ്, റിലേറ്റീവ് എറർ ഇൻ സെഡ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. അതായത് റിലേറ്റീവ് എറർ ഇൻ സെഡ് ഈക്വൽ ടു റിലേറ്റീവ് എറർ ഇൻ എ പ്ലസ് റിലേറ്റീവ് എറർ ഇൻ ബി. അപ്പോൾ സെഡ് ഇപ്പോൾ എ മൈനസ് ബി ആയാലും എറർ എങ്ങനെ തന്നെയാണ് എഴുതുക? റിലേറ്റീവ് എറർ ഇൻ എ പ്ലസ് റിലേറ്റീവ് എറർ ഇൻ ബി. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് സം ആണെങ്കിലും ഡിഫറൻസ് ആണെങ്കിലും അവിടെ നമ്മൾ എറർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അത് പ്രോബ്ലം കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി അത് ക്ലിയർ ആവും. നമുക്ക് നോക്കാം, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The temperatures of two bodies measured by a thermometer are T1 equal to 20 degrees Celsius plus or minus 0.5 degrees Celsius and T2 equal to 50 degrees Celsius plus or minus 0.5 degrees Celsius. Calculate the sum of the temperature and the error, and second part the temperature difference and the error. അപ്പോൾ തന്നിട്ടുള്ള ടെമ്പറേച്ചേഴ്സ് T1 T2 ആണ്. അപ്പോൾ അതിലുള്ള വേരിയേഷൻ, എത്രമാത്രം വേരിയേഷൻ ഉണ്ടാവാം എന്നുള്ളതാണ് അതിലെ എറർ. പ്ലസ് ഓർ മൈനസ് 0.5. T1 പ്ലസ് 0.5 ആവാം അല്ലെങ്കിൽ മൈനസ് 0.5 ആവാം. T2 മെഷർ ചെയ്യുമ്പോൾ അതിലുള്ള വേരിയേഷൻ അതുപോലെ തന്നെ പ്ലസ് 0.5 ആവാം അല്ലെങ്കിൽ മൈനസ് 0.5 ആവാം. അപ്പോൾ ഈ രണ്ട് ടെമ്പറേച്ചറിൻ്റെ സമ്മ് കണ്ടുപിടിക്കുമ്പോൾ അതിലുള്ള എറർ എത്രയായിരിക്കും? അപ്പോൾ അതിൽ ഡിഫറൻസ് കാണുമ്പോൾ എറർ എത്രയായിരിക്കും? അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടല്ലോ സമ്മായാലും ഡിഫറൻസ് ആയാലും എറർ ചെയ്യുമ്പോൾ എപ്പോഴും ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ സം കാണുമ്പോൾ T1 പ്ലസ് T2 എങ്ങനെയാണ് ചെയ്യുക? നോക്കൂ, സം T1 പ്ലസ് T2 ഈക്വൽ ടു T1 എന്താ? 20 പ്ലസ് ഓർ മൈനസ് 0.5 പ്ലസ് T2 50 പ്ലസ് ഓർ മൈനസ് 0.5. ഇനി എന്ത് ചെയ്യണം? ആ എറർ ഇല്ലാത്ത ഭാഗം ഉണ്ടല്ലോ, 20യും 50യും, അത് ആഡ് ചെയ്യുക. സോ 20 പ്ലസ് 50 നമുക്ക് സമ്മാണല്ലോ വേണ്ടത്, രണ്ട് ടെമ്പറേച്ചറിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 20 പ്ലസ് 50 പ്ലസ് ഓർ മൈനസ്, ഇനി എററിൻ്റെ ഭാഗത്ത് ആഡ് ചെയ്യുക 0.5 പ്ലസ് 0.5. അപ്പോൾ എന്ത് കിട്ടും? 70 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് ഓർ മൈനസ് 1 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചറിലുള്ള എറർ 0.5, രണ്ടാമത്തെ ടെമ്പറേച്ചറിലുള്ള എററും 0.5. അപ്പോൾ ഈ രണ്ടും ആഡ് ചെയ്യുമ്പോൾ അതിൽ എറർ എത്രയാവും? ഇത് രണ്ടെണ്ണത്തിലെയും എറർ കൂട്ടിയിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ 1 ഡിഗ്രി സെൽഷ്യസിൻ്റെ എറർ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അതാണ് എറർ എപ്പോഴും നമ്മൾ സം ചെയ്യണമെന്ന് പറയുന്നത്. രണ്ട് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ഉണ്ടാവുന്ന എറർ ആ മെഷർമെൻറ്റിൻ്റെ കോമ്പിനേഷനിലാവുമ്പോൾ അത് കൂടുകയാണ് ചെയ്യുക, അല്ല? ഓരോന്നിലും എറർ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു സം എടുക്കുമ്പോൾ എറർ വീണ്ടും കൂടുകയാണ് ചെയ്യുക, ഒരിക്കലും കുറയുന്നില്ല.
അത് ഓർത്ത് വെച്ചാൽ മതി. ഇനി ടി ഡാഷ്, ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടെമ്പറേച്ചേഴ്സ്. ഡിഫറൻസ് ആകുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യാം, അതുകൊണ്ടാണ് T2 മൈനസ് T1 എഴുതിയത്. അപ്പോൾ 50 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് ഓർ മൈനസ് 0.5 ഡിഗ്രി സെൽഷ്യസ് മൈനസ് T1, 20 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് ഓർ മൈനസ് 0.5 ഡിഗ്രി സെൽഷ്യസ്. ഇനി നമുക്ക് ഡിഫറൻസ് ആണ് കാണേണ്ടത്, അപ്പോൾ മെയിൻ വാല്യൂസ് നമുക്ക് മൈനസ് ചെയ്യാം. അപ്പോൾ 50 മൈനസ് 20 പ്ലസ് ഓർ മൈനസ് അതിൽ നിന്ന് എത്ര വേരിയേഷൻ ആവാം, ഓരോന്നിലുള്ള എറർ ആഡ് ചെയ്യണം. 0.5 പ്ലസ് 0.5. അപ്പോൾ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ കാണുമ്പോൾ 30 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് ഓർ മൈനസ് 1 ഡിഗ്രി സെൽഷ്യസ്. അതായത് T1 മെഷർ ചെയ്തപ്പോൾ 0.5ൻ്റെ എറർ വന്നു, T2 മെഷർ ചെയ്തപ്പോഴും 0.5ൻ്റെ എറർ വന്നു. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോഴും സമ്മ് കാണുമ്പോഴും ഒക്കെ ഈ എറർ ആഡ് ചെയ്ത് വരിക ചെയ്യുക. രണ്ടിലെയും എറർ അതിൽ പ്രതിഫലിക്കും. അപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് ഓർ മൈനസ് 1 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ ഇഫ് യു ആർ ഗിവൺ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഈസ് ദ സം ഓഫ് ടു, രണ്ട് ക്വാണ്ടിറ്റീസിൻ്റെ സം ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലെ എറർ കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യണം, എറേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. ഓക്കെ, അതാണ് ഇതിൽ ഓർത്തിരിക്കാനുള്ളത്. ഇനി നോക്കാം അടുത്തത്, എറർ ഓഫ് എ പ്രോഡക്റ്റ് ഓർ എ കോഷ്യൻറ്റ്. അതായത് ഇപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്കറിയാം F = ma, അവിടെ പ്രോഡക്റ്റ് ഓഫ് ടു ക്വാണ്ടിറ്റീസ് ആണ് അല്ലേ. ഫോഴ്സ് എന്ന് പറയുന്നത് മാസിൻ്റെയും ആക്സലറേഷൻ്റെയും പ്രോഡക്റ്റാണ്. അപ്പോൾ മാസിൽ ഒരു എറർ ഉണ്ടായി മെഷർ ചെയ്യുമ്പോൾ ആക്സലറേഷനും ഒരു എറർ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഫോഴ്സിൽ എത്രമാത്രം എറർ ഉണ്ടാവും, എങ്ങനെയാണ് കണ്ടുപിടിക്കുക, മാസിലുള്ള എററും കൂട്ടുക ആക്സലറേഷനിലുള്ള എററും കൂട്ടുക. ഓക്കെ, അപ്പോൾ ഈ രണ്ടിലുണ്ടാകുന്ന എറർ പ്രതിഫലിക്കും ഫോഴ്സിൽ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെയാണ് കോഷ്യൻറ്റിൻ്റെ കേസും. അപ്പോൾ when two quantities are multiplied or divided, the relative error in the result is the sum of the relative errors in the multipliers. ഓക്കെ, അപ്പോൾ ഇവിടെയും പ്രോഡക്റ്റ് ആയാലും കോഷ്യൻ്റ് ആയാലും ആ ക്വാണ്ടിറ്റിയിലെ എറർ എന്ന് പറയുന്നത് ഓരോ ക്വാണ്ടിറ്റിയിലുള്ള എറേഴ്സ് എത്രയാണോ അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. So if the physical quantity is of the form Z = A into B or Z = A by B, then relative error in Z is given by relative error in Z ആണ്, അവിടെ I ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. Relative error in Z is given by delta Z by Z equal to delta A by A plus delta B by B. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ എന്താ ചെയ്യുന്നത്, ആഡ് ചെയ്യാണ്, എറേഴ്സ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളെടുക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി രണ്ട് ക്വാണ്ടിറ്റീസിൻ്റെ പ്രോഡക്റ്റ് ആവാം, അല്ലെങ്കിൽ രണ്ട് ക്വാണ്ടിറ്റീസിൻ്റെ കോഷ്യൻ്റ് ആവാം. അപ്പോൾ A by B എന്നുള്ള ഫോമിലാവാം, A into B എന്നുള്ള ഫോമിലാവാം. എന്ത് തന്നെ ആയാലും ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലുള്ള എറർ എന്ന് പറയുന്നത് എയിലുള്ള എററും ബിയിലുള്ള എററും കൂട്ടുമ്പോൾ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും ഈ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഓർത്ത് വെക്കേണ്ടതില്ല. എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യും, ഇത് ഉപയോഗിച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒറ്റൊന്നേ ഉള്ളൂ, അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏത് രീതിയിലായാലും എറേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ഓരോന്നിലുള്ള എറേഴ്സ് ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത നോക്കാം. അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലമാണ് resistance R equal to V by I, where V equal to 100 plus or minus 5 volt and I equal to 10 plus or minus 0.2 ampere. Find the percentage error in R. അപ്പോൾ ഇവിടെ R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇറ്റ് ഈസ് V by I, വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ V equal to 100 plus or minus 5, അവിടെ വോൾട്ടേജിലുള്ള വേരിയേഷൻ എത്രയാണ്, 5 ആണ്. ഒന്നുകിൽ +5 ആവാം അല്ലെങ്കിൽ -5 ആവാം. ദെൻ കറണ്ടിലുള്ള വേരിയേഷൻ എന്താ, 10 plus or minus 0.2 എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 0.2 കൂടുതലാവാം അല്ലെങ്കിൽ 0.2 കുറവാവാം. അങ്ങനെയെങ്കിൽ ഫൈൻഡ് ദ പെർസെൻറ്റേജ് എറർ ഇൻ R. അപ്പോൾ റെസിസ്റ്റൻസിലുള്ള പെർസെൻറ്റേജ് എറർ കാണാൻ ഇവിടെയും എന്ത് ചെയ്താൽ മതി, എറേഴ്സ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഡെൽറ്റ R by R, ഓക്കെ, റിലേറ്റീവ് എറർ ഇൻ R ഈക്വൽ ടു ഡെൽറ്റ V by V പ്ലസ് ഡെൽറ്റ I by I. അപ്പോൾ വോൾട്ടേജിലുള്ള എറർ പ്ലസ് കറണ്ടിലുള്ള എറർ. ഇനി അതെങ്ങനെ ഓരോന്നും കണ്ടുപിടിക്കും നോക്കാം. ഡെൽറ്റ R by R ഈക്വൽ ടു ഡെൽറ്റ V. ഡെൽറ്റ V എന്താണ്,
നമുക്ക് തന്നതിൽ 5 ആണ് ഡെൽറ്റ വി അല്ലേ, വേരിയേഷൻ 100 ± 5 എന്ന് തന്നല്ലോ, ആ 5 ആണ് ഡെൽറ്റ വി എന്ന് പറയുന്നത്. അത്രമാത്രം വേരിയേഷൻ ഉണ്ടാവാം. അപ്പോൾ ഡെൽറ്റ വി ബൈ ആക്ച്വൽ വാല്യൂ എത്രയാണ് 100. സോ 5/100. ഓക്കെ, അതായത് ശരിക്കുള്ള വാല്യൂ 100 ആണ്, പക്ഷേ എറർ കാരണം അതിൽ ഒന്നുകിൽ 5 കൂടാം അല്ലെങ്കിൽ 5 കുറയാം എന്നുള്ളതാണ് നമ്മൾ ആ വാല്യൂ തന്നിട്ടുള്ള കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഡെൽറ്റ വി ബൈ വി എന്ന് പറയുന്നത് 5/100 പ്ലസ് കറണ്ടിലുള്ളത് ആക്ച്വൽ വാല്യൂ കറണ്ടിൻ്റെത് 10 ആണ്, പക്ഷേ 10ൽ നിന്ന് 0.2 കൂടുതലാവാം അല്ലെങ്കിൽ 10ൽ നിന്ന് 0.2 കുറവാവാം. അങ്ങനെയാകുമ്പോൾ ഡെൽറ്റ ഐ 0.2 ഡിവൈഡഡ് ബൈ ആക്ച്വൽ വാല്യൂ 10. ഓക്കെ, അപ്പോൾ 10 ± 0.2 എന്ന് പറയുമ്പോൾ 0.2 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5/100 എന്ന് വെച്ചാൽ 0.05 പ്ലസ് 0.2/10 0.02 ആഡ് ചെയ്യുമ്പോൾ 0.07. ഇപ്പോൾ റിലേറ്റീവ് എറർ ഇൻ ആർ ഇസ് ഗിവൺ ബൈ 0.07. Now what is the percentage error? Into 100. Relative error into 100 gives you percentage error. So 0.07 into 100 equal to 7%. അപ്പോൾ ഇതാണ് റെസിസ്റ്റൻസിലുള്ള വേരിയേഷൻ. അപ്പോൾ വോൾട്ടേജിൽ ±5ഉം കറണ്ടിൽ ±2 എറേഴ്സ് വന്നു കഴിഞ്ഞാൽ റെസിസ്റ്റൻസിൽ ഉണ്ടാകാവുന്ന എറർ എത്രയാണ്? 7%. ഓക്കെ, അല്ലെങ്കിൽ 0.07. അപ്പോൾ ഇതാണ് റെസിസ്റ്റൻസിൽ ഉണ്ടാകാവുന്ന എറർ. അപ്പോൾ ഇവിടെ നമ്മൾ കോഷ്യൻ്റ് ആയിട്ടാണ് എടുത്തത്, R = V/I എന്നാണ് എടുത്തത്. പക്ഷേ വോൾട്ടേജിലുള്ള എററും കറണ്ടിലുള്ള എററും ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ടോട്ടൽ എറർ കിട്ടിയത്, ആറിലുള്ള എറർ കിട്ടിയത്. ഇനി മറ്റൊരു രീതിയിൽ, അതായത് ഇപ്പോൾ സമ്മ് നമ്മൾ പറഞ്ഞു, ഡിഫറൻസ് പറഞ്ഞു, പ്രോഡക്റ്റ് പറഞ്ഞു, കോഷ്യൻ്റ് പറഞ്ഞു. ഇനി പവറിൻ്റെ രീതിയിൽ വരികയാണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ y = x², ആ രീതിയിൽ വരികയാണെങ്കിൽ എങ്ങനെയാണ് എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. എറർ ഇൻ കേസ് ഓഫ് എ മെഷേർഡ് ക്വാണ്ടിറ്റി റേസ്ഡ് ടു എ പവർ, അതായത് റേസ്ഡ് ടു വരുന്ന രീതിയിൽ. റിലേറ്റീവ് എറർ ഇൻ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി റേസ്ഡ് ടു ദ പവർ k ഇസ് k ടൈംസ് ദ റിലേറ്റീവ് എറർ ഇൻ ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റി. അപ്പോൾ k ആണ് പവറെങ്കിൽ, ഓക്കെ, k ഇൻറ്റു ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റിയിലുള്ള എറർ. അപ്പോൾ z = a⁻n ആണെന്ന് വിചാരിക്കുക, z = a⁻n. അപ്പോൾ സെഡിലുള്ള എറർ എന്തായിരിക്കും? n ഇൻറ്റു n ആണ് അവിടെ പവർ, അപ്പോൾ n ഇൻറ്റു എയിലുള്ള എറർ. ഓക്കെ, അപ്പോൾ ഇഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഓഫ് ദ ഫോം z = a⁻n, then relative error in z, delta z/z = n into delta a/a. ഇപ്പോൾ x² എന്നാണെങ്കിൽ എന്തായിരിക്കും? 2 into delta x/x. അപ്പോൾ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്യുക. ഓക്കെ, പവർ കൊണ്ട് തന്നിട്ടുള്ള ക്വാണ്ടിറ്റിയിലുള്ള എറർ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ എന്താണോ പവർ അത് ഇൻറ്റു, ഇപ്പോൾ ഇവിടെ a⁻n എടുക്കുമ്പോൾ n ആണ് പവർ, അപ്പോൾ n ഇൻറ്റു എയിലുള്ള എറർ, ഡെൽറ്റ a/a. ഓക്കെ, ഇനി ഈ കാര്യങ്ങളൊക്കെ വരുന്നൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പല രീതിയിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന എറർ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റി 2 ക്വാണ്ടിറ്റീസിൻ്റെ സമ്മാണെങ്കിൽ എറേഴ്സ് സം ചെയ്യണം. ഈ തന്നിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി 2 എണ്ണത്തിൻ്റെ അല്ലെങ്കിൽ 3 എണ്ണത്തിൻ്റെ ഡിഫറൻസ് ആണെങ്കിലും എറേഴ്സ് സം ചെയ്യണം. ഓക്കെ, ഇഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് 2 or more, അവിടെ നമ്മൾ എറേഴ്സ് പ്ലസ് ചെയ്യണം. If the physical quantity is of the form a/b, കോഷ്യൻറ്റിൻ്റെ രീതിയിലാണെങ്കിൽ അവിടെ നമ്മൾ എറേഴ്സ് സം ചെയ്യണം. ഇനി പവറായിട്ട് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അവിടെ പവർ ഇൻറ്റു തന്നിട്ടുള്ള ക്വാണ്ടിറ്റിയിലുള്ള എറർ. ഈ രീതിയിലാണ് നമ്മൾ എറേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി P is related to 4 observables A, B, C and D as follows. P = a³ b² divided by √c into D. The percentage errors of measurement in A, B, C and D are 1%, 3%, 4% and 2% respectively.
what is the percentage error in the quantity P. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് P a cube b square divided by root c into d. റൂട്ട് സിക്ക് മാത്രമേ ഉള്ളൂ അവിടെ, റൂട്ട് സി ഇൻറ്റു ഡി. അപ്പോൾ ഇതിൽ ഓരോന്നിലുള്ള എറേഴ്സ് തന്നിട്ടുണ്ട്. എയിലുള്ള എറർ 1% ആണ്, ബിയിലുള്ളത് 3% ആണ്, സിയിലുള്ളത് 4%, ഡിയിലുള്ള എറർ 2%. ഇങ്ങനെ ഓരോന്നിലുള്ള എറേഴ്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പി എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ എത്രമാത്രം എറർ ഉണ്ടാവാം? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണിത്. മുൻ വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഈ ഒരു പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ പഠിച്ച എല്ലാ റൂളുകളും അപ്ലൈ ചെയ്യും. പ്രോഡക്റ്റ് വരുന്നുണ്ട്, കോഷ്യൻ്റ് വരുന്നുണ്ട്, പവർ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാനുണ്ട്. നമുക്ക് തന്നിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇതാണ്. പി ഈക്വൽ ടു എ ക്യൂബ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് സി ഇൻറ്റു ഡി. ഇത് നമ്മൾ സൗകര്യത്തിന് വേണ്ടിയിട്ടൊന്ന് മാറ്റി എഴുതാണ്. ദാറ്റ് ഈസ് പി ഈക്വൽ ടു എ ക്യൂബ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ സി റേസ് ടു ഹാഫ് ഇൻറ്റു ഡി. ഓക്കെ, സി റേസ് ടു ഹാഫ് എന്നുള്ളത് റൂട്ട് സിക്കാണ് സി റേസ് ടു ഹാഫ് എന്ന് എഴുതിയത്. ഇനി വാട്ട് ഇസ് ദ റിലേറ്റീവ് എറർ ഇൻ പി? ദാറ്റ് ഈസ് ഡെൽറ്റ പി ബൈ പി. റിലേറ്റീവ് എറർ ഇൻ പി, ഡെൽറ്റ പി ബൈ പി ഈക്വൽ ടു, ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് ആകുമ്പോൾ എന്താ റൂൾ അത് അപ്ലൈ ചെയ്യണം, പവർ ആകുമ്പോഴുള്ള റൂൾ അപ്ലൈ ചെയ്യണം, കോഷ്യൻ്റ് ആകുമ്പോഴുള്ള റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം എ ആണ്, എ ക്യൂബാണ്. ഇപ്പോൾ പവർ വരുന്നുണ്ട് അല്ലേ, എ ക്യൂബ്. അപ്പോൾ അതിൻ്റെ എറർ എങ്ങനെ എഴുതാം? 3 ഡെൽറ്റ എ ബൈ എ. ഓക്കെ, പവർ ടൈംസ് റിലേറ്റീവ് എറർ ഇൻ ദാറ്റ് ക്വാണ്ടിറ്റി. അപ്പോൾ 3 ഡെൽറ്റ എ ബൈ എ പ്ലസ് പ്രോഡക്റ്റാണ്. അപ്പോൾ സമ്മാണ്, എറർ എപ്പോഴും സമ്മായിരിക്കും. പ്രോഡക്റ്റ് ആയാലും കോഷ്യൻ്റ് ആയാലും സമ്മായാലും ഡിഫറൻസ് ആയാലും ഒക്കെ എറർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ 3 ഡെൽറ്റ എ ബൈ എ പ്ലസ് 2 ഡെൽറ്റ ബി ബൈ ബി. ഇപ്പോൾ ബിയിലുള്ള എറർ കൺസിഡർ ചെയ്തു. ഇനി ഡിവൈഡഡ് ബൈ ആയാലും എറർ ചെയ്യുമ്പോൾ നമ്മൾ പ്ലസ് ആണ് ചെയ്യുക. പ്ലസ് സി റേസ് ടു ഹാഫ്. അപ്പോൾ അതിൻ്റെ പവർ ഹാഫ് ഡെൽറ്റ സി ബൈ സി. ഓക്കെ, പ്ലസ് ഡിയിലുള്ളത്, ഡിക്ക് പവർ 1 ആണ്. അപ്പോൾ 1 പ്രത്യേകിച്ച് എഴുതേണ്ടതില്ല. സോ ഡെൽറ്റ ഡി ബൈ ഡി. ഓക്കെ, ഇനി ഇത് റിലേറ്റീവ് എററാണ്. അപ്പോൾ ഇൻറ്റു 100 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? പെർസെൻറ്റേജ് എറർ കിട്ടുക. അപ്പോൾ ഇൻറ്റു 100 ചെയ്തിട്ടുള്ള വാല്യൂസാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓരോന്നിലുള്ള പെർസെൻറ്റേജ് എററാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു സ്റ്റെപ്പ് കൂടി എഴുതാം. ദാറ്റ് ഈസ് പെർസെൻറ്റേജ് എറർ ഡെൽറ്റ പി ബൈ പി. ഓക്കെ, into 100, percentage error in P equal to 3 delta A by A plus 2 delta B by B plus half delta C by C plus delta D by D into 100. ഓക്കെ, ഓരോന്നിലും 100 എഴുതുന്നതിന് പകരം കോമൺ ആയിട്ട് 100 എഴുതി. ഇപ്പോൾ നമുക്കുള്ളത് പെർസെൻറ്റേജ് എറർ ഇൻ P ഈക്വൽ ടു 3 into percentage error in A plus 2 into percentage error in B plus half into percentage error in C plus percentage error in D എന്നാണ്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നിലുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ പിയിലുള്ള പെർസെൻറ്റേജ് എറർ എന്താണ്? 3 into what is the percentage error in A that is given in the question, that is 1% plus 2 into percentage error in B. ബിയിലുള്ള പെർസെൻറ്റേജ് എറർ 3% ആണ്. അപ്പോൾ 2 into 3 പ്ലസ് ഹാഫ് ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഇൻ സി. ഓക്കെ, പെർസെൻറ്റേജ് എറർ ഇൻ സി ഈസ് ഗിവൺ, ദറ്റ് ഈസ് 4% പ്ലസ് പെർസെൻറ്റേജ് എറർ ഇൻ ഡി, ദറ്റ് ഈസ് 2%. സോ യുൽ ഗെറ്റ് 3 പ്ലസ് 6 പ്ലസ് 2 പ്ലസ് 2. So you'll get 13%. Okay, so percentage error in P is equal to 13%. അപ്പോൾ ഈ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ ക്വസ്റ്റ്യൻ
മുൻ വർഷത്തെ ചോദ്യപേപ്പറിൽ ഉൾപ്പെട്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് വരുമ്പോൾ എങ്ങനെയാണ്, കോഷ്യൻ്റ് വരുമ്പോൾ എങ്ങനെയാണ്, പവർ വരുമ്പോൾ എങ്ങനെയാണ്, എല്ലാം ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി നോക്കാം. നമുക്ക് തന്ന ക്വാണ്ടിറ്റി പി ഈക്വൽ ടു എ ക്യൂബ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് സി ഇൻറ്റു ഡി ആണ്. ആ റൂട്ട് സി നമ്മൾ സൗകര്യത്തിനായിട്ട് സി റേസ് ടു ഹാഫ് എഴുതി. റൂട്ട് സി എന്ന് പറഞ്ഞാൽ സി റേസ് ടു ഹാഫ് ആണ്. റിലേറ്റീവ് എറർ ഇൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മാറ്റി ചെയ്താണ്. പവർ വരുമ്പോൾ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 ഡെൽറ്റ എ ബൈ എ പ്ലസ് 2 ഡെൽറ്റ ബി ബൈ ബി പ്ലസ് ഹാഫ് ഡെൽറ്റ സി ബൈ സി പ്ലസ് ഡെൽറ്റ ഡി ബൈ ഡി. ഇനി പെർസെൻറ്റേജ് എറർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇൻറ്റു 100. ഇൻറ്റു 100 ചെയ്യുമ്പോൾ ഇവിടെ ഓരോന്നിനും ഇൻറ്റു 100 ചെയ്യുന്നതിന് പകരം കോമൺ ആയിട്ട് ഇൻറ്റു 100 ഒറ്റ തവണ എഴുതിയിട്ടേ ഉള്ളൂ സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓരോന്നിനും 100 എഴുതുന്ന പോലെ തന്നെയാണ്. സോ യു ഗെറ്റ് 3 ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് എറർ ഇൻ എ ആണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് എറർ നമുക്ക് തന്നിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 3 ഇൻറ്റു this gives percentage error in A, that is 1. So 3 into 1 plus 2 into percentage error in B, that is 3. 2 into 3 plus half into percentage error in C, that is 4 ആണ്. Into 4 plus percentage error in D, that is 2. So you'll get 3 plus 6 plus 2 plus 2 equal to 13%. So percentage error in P is given by 13%. അപ്പോൾ ഇതാണ്, ഈ രീതിയിലാണ് നമ്മൾ എറർ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലുള്ള പ്രോബ്ലംസ് പബ്ലിക് എക്സാമിന് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇന്നടുത്ത ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. താങ്ക് യു.